വയനാട് കൽപ്പറ്റ പെരുന്തട്ട മേഖലയിൽ പുലിഭീതി. നിരവധി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച പുള്ളി ഇന്നലെ പകൽ സമയത്തും ഈ പ്രദേശത്ത് കണ്ടുവെന്നാണ് പറയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും ചേരുന്നു. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ, എവിടെ പുലി കണ്ടു? സുർജിത്തെ പറയൂ. SKN, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ പെരുന്തട്ടയാണ്. അതായത് നേരത്തെ പുലിയുടെ സാന്നിധ്യം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുന്നത്. കാരണം ആ ദൃശ്യങ്ങൾ പുറത്തു വന്ന ആ പാറ ഒന്ന് കാണിക്കുക. ഇവിടെ ഈ റോഡിൽ നിന്നാണ് ആളുകളെല്ലാം തന്നെ ദൃശ്യങ്ങൾ പകർത്തിയത്. ആ പാറയ്ക്ക് മുകളിലാണ് ഇങ്ങനെ പുലി വന്ന് നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നത്. കാരണം ഇത് ഏതാനും ദിവസങ്ങളിലായി ഇങ്ങനെയുണ്ട്. അതായത് ഒരു 5 മണിക്കും 6 മണിക്കും ഇടയിൽ ഇവിടെ പുലി സാന്നിധ്യം സ്ഥിരമായി ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്ന അവസ്ഥയും ഉണ്ട്. ഇപ്പോൾ മാത്രമല്ല, നേരത്തെയും ഇവിടെ കരിമ്പുലി ഇറങ്ങിയ പ്രദേശമാണ്. കരിമ്പുലിയെ വനംവകുപ്പ് പിടികൂടിയ പ്രദേശമാണ്. 2 തവണ പുലികളെ പിടികൂടിയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന്, വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. മാത്രമല്ല, ഉപയോഗയോഗ്യമല്ലാത്ത വിധത്തിൽ ഇപ്പോൾ തേയിലക്കാടുകളും കാപ്പിക്കാടുകളും എല്ലാം തന്നെ കാട് പിടിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എലസ്റ്റൻ എസ്റ്റേറ്റ് അടക്കമുള്ള ഇതിന്റെ ഭാഗമാണ്. ഒരു ഭാഗം മണിക്കുന്ന് മലയാണ്, മറുഭാഗം ചെമ്പ്രമലയാണ്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾക്ക് വിഹരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഈ പുലിയുടെ സാന്നിധ്യം ഇവിടെ സ്ഥിരമായി കാണുന്നത്. ഈ പ്രദേശവാസിയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ മുൻ കൗൺസിലറും കൂടിയായ ഗിരീഷ് നമ്മോടൊപ്പം ചേരുകയാണ്. ഗിരീഷ് ഇവിടെ നമുക്കൊപ്പമുണ്ട്. എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? ആളുകളെല്ലാം തന്നെ ഭീതിയിലാണോ? ആളുകൾ ഇവിടെ ഏകദേശം ഇപ്പോൾ ഒരു മാസത്തിലധികമായിട്ട് പുലി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. ഇപ്പോൾ 2 ദിവസങ്ങളായിട്ട് 2 കർഷകരുടെ ഒരു പശുവിനെ ആക്രമിക്കുകയും ഒരു പശുവിനെ പൂർണ്ണമായിട്ട് അത് ഭക്ഷിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് പ്രദേശത്തെ വാർഡ് കൗൺസിലർ അടക്കം ഇതിന് നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് അവരെ 2 ദിവസത്തിനകം ഇവിടെ കൂട് സ്ഥാപിക്കാം എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. CCTV അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലക്ക് CCTV സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ പ്രദേശവാസികൾ ഏറെക്കുറെ തൃപ്തരാണ്. പക്ഷേ ആ ഒരു CCTV വെക്കുക മാത്രമല്ല, അടിയന്തരമായിട്ട് ഇവിടെ കൂട് വെച്ച് ജനങ്ങൾക്ക് ഭീതി അകറ്റുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത്. എന്തായാലും ഇതാണ് ഈ നാട്ടുകാരെ സംബന്ധിച്ച് പറയാനുള്ളത്. വലിയ രീതിയിലുള്ള ഭീതി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ജനവാസ മേഖലയാണ് തൊട്ടടുത്ത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം പുലിയെ കൂട് വെച്ച് പിടികൂടണമെന്നുള്ള ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. SKN.